ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. ഞാനും തിരക്കിലാണ്. അപ്പോൾ എൻ്റെ താമരസുന്ദരികളെല്ലാം ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഈ തിരക്കിനിടയിലും ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു സൂപ്പർ വെറൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിൽ പങ്കുചേരാൻ എൻ്റെ ഈ സുന്ദരിക്കുട്ടികൾ ഓരോരുത്തരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സൂപ്പർ വെറൈറ്റിയായ മിറക്കിളിനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മിറക്കിളിൻ്റെ കൂട്ടത്തിൽ തന്നെ സാദൃശ്യം തോന്നുന്ന പല വെറൈറ്റികളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പിങ്ക് ക്ലൗഡിനോട് കുറച്ചൊക്കെ ഏകദേശം സാമ്യം തോന്നുന്ന ഒന്നാണിത്. ധാരാളം പക്ഷെ പിങ്ക് ക്ലൗഡിനേക്കാളും ധാരാളം പെറ്റൽസ് ആണ് ഇവയ്ക്കുള്ളത്. പൂക്കൾക്ക് പിങ്ക് ക്ലൗഡിനേക്കാളും കൂടുതൽ വലിപ്പവുമുണ്ട്. ഇത് പ്ലാന്റ് മെച്ചർ ആകുന്നതിനനുസരിച്ച് പൂക്കളുടെ വലിപ്പവും കൂടി വരുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ ഫ്ലവറാണ്. ആദ്യത്തെ ബഡ് ഈ മഴയൊക്കെ ആയത് കാരണം അങ്ങ് പോയി. അടുത്ത രണ്ടാമത്തെ ബഡ് വന്നിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ബഡ് വരുന്നുണ്ട്. ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് മിറക്കിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയാണ്. അധികം വലിപ്പത്തിലുള്ള പെറ്റൽസ് ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു പെറ്റൽസാണ് ഇവയ്ക്കുള്ളത്. ഒരു 450-500 പെറ്റൽസോളം ഇവയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്കും ഒരു ഡാർക്ക് പിങ്ക് കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇവയ്ക്കുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഈ സീഡും കൂടെ ആയപ്പോൾ ഇവളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഇതാ നോക്കിക്കേ, പൂക്കൾക്ക് ഇത്രയും വലിപ്പമല്ല ഉള്ളത്. ഇതിപ്പോൾ ആദ്യത്തെ ഫ്ലവർ പോയി മഴയൊക്കെ ആയതുകൊണ്ടാണ് പൂക്കൾക്ക് വലിപ്പം ഇച്ചിരി കുറഞ്ഞത്. അടുത്ത ബഡ് വന്നിട്ടുണ്ട്. ഇനിയും പ്ലാന്റ് മെച്ചുർ ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടുതലായിട്ട് വരും. നമുക്ക് വലിയ വലിപ്പത്തിലുള്ള പൂക്കൾ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പൂക്കളെ സ്നേഹിക്കാത്തവരായിട്ട് ആരും കാണില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൂക്കളുടെ അടുത്ത് വന്ന് അല്പസമയം ഒന്ന് നിന്നാൽ അന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമായി നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നത് വരെ ബൈ ബൈ.